Dear students, in the last class, I have introduced the topic, the utility analysis. And now, following that, I want to introduce before you the demand analysis. As in economics, the demand means the desire backed by purchasing power, or it is the ability and willingness to pay for a commodity. അതായത് ഡിസയറും ഡിമാൻഡും ഒന്ന് തന്നെയല്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു 50 ലക്ഷം രൂപയുടെ ഒരു വണ്ടി വാങ്ങുന്നതിന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഇഫ് യു ഡു നോട്ട് ഹാവ് ദ പർച്ചേസിംഗ് പവർ, ഇറ്റ് വിൽ നോട്ട് ബിക്കം ഡിമാൻഡ്. സോ ഡിസയർ ഈസ് നോട്ട് ഡിമാൻഡ്. നിങ്ങൾക്കൊരു സാധനത്തെ പറ്റി നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഡിമാൻഡായി മാറുന്ന എപ്പോഴാണ്? വെൻ ഓൺലി യു ഹാവ് ദ എബിലിറ്റി ടു പർച്ചേസ് ദാറ്റ് തിങ്. സോ ഡിമാൻഡ് ഈസ് ദ ഡിസയർ ബാക്ക്ഡ് ബൈ പർച്ചേസിംഗ് പവർ. ഓർ നമ്മൾ അതിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത് എബിലിറ്റി, നിങ്ങൾക്കത് വാങ്ങാനുള്ള കഴിവ്, അതോടൊപ്പം അത് വാങ്ങുന്നതിനുള്ള ആഗ്രഹം. എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു പേ ഫോർ എ കമ്മോഡിറ്റി. ഒരു സാധനം മേടിക്കുന്നതിനുള്ള നിങ്ങളുടെ ആഗ്രഹവും അത് മേടിക്കാനുള്ള നിങ്ങളുടെ കഴിവും കൂടി ചേരുമ്പോഴാണ് ഒരു ഡിസയർ ഡിമാൻഡായി മാറുന്നത്. സോ ഡിമാൻഡ് ഈസ് ദ എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു പേ ഫോർ എ കമ്മോഡിറ്റി. ഈ ഡിമാൻഡിനെ സംബന്ധിച്ച് മാർക്കറ്റിൽ നമ്മൾ മൈക്രോ എക്കണോമിക് അനാലിസിസ് പഠിക്കുമ്പോൾ വളരെ പ്രാധാന്യം വരുന്ന ഫാക്ടറാണ് ഡിമാൻഡ്. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് എങ്ങനെയാണ് ഒരു മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിനെ സ്വാധീനിക്കുന്നത് തുടങ്ങിയുള്ള ഘടകങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ആദ്യം കാണേണ്ടതുള്ളത്. സോ ഡിമാൻഡ്, ആസ് യു നോ, നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ കണ്ടു കഴിഞ്ഞു. ആൻഡ് ദിസ് ഡിമാൻഡ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ മെനി ഫാക്ടേഴ്സ്. നിരവധി ഫാക്ടേഴ്സ് ഒരു ആളുടെ ഡിമാൻഡിനെ പ്രധാനമായിട്ടും സ്വാധീനിക്കും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മൾ ഫസ്റ്റായിട്ട് പറയുന്നത് പ്രൈസ്. ഏതൊരു സാധനം നമ്മൾ മേടിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് അതിൻ്റെ വില എത്രയാണ്. കടയിൽ ചെന്ന് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ആദ്യം ഡിമാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ അന്വേഷിക്കുന്നത് പ്രൈസാണ്. സോ ദ പ്രൈസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിച്ച് അഫക്റ്റ് ദി ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി. ഹയർ ദ പ്രൈസ്, ലോവർ വിൽ ബി ദ യുവർ പർച്ചേസ്. പ്രൈസ് കൂടുതലായിരിക്കുമ്പോൾ നമ്മൾ കുറച്ചേ മേടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പ്രൈസ് കുറവായിരിക്കുമ്പോൾ കൂടുതൽ ആവശ്യപ്പെടും. സോ ദ പ്രൈസ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിച്ച് അഫക്റ്റ് ദ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി. നൗ ദ സെക്കൻഡ് ഈസ് യുവർ ഇൻകം. നിങ്ങളുടെ കയ്യിലുള്ള വരുമാനം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പണം, ഇൻകമാണ് രണ്ടാമത്തെ ഫാക്ടർ. ഓരോരുത്തരും അവരുടെ സാധനങ്ങൾ എത്രമാത്രം മാർക്കറ്റിൽ ഡിമാൻഡ് ചെയ്യണം, ഏതൊക്കെ സാധനങ്ങൾ മേടിക്കണം, ഇങ്ങനെയുള്ളവരുടെ ഏതൊക്കെ സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അവരുടെ ഇൻകം കൂടി ആശ്രയിച്ചിട്ടാണ്. ഇപ്പോൾ ഹയർ ഇൻകം ഗ്രൂപ്പുകൾ കൂടുതൽ സാധനങ്ങൾ, ലക്ഷറി ഗുഡ്സ് ഒക്കെ മേടിക്കും, അല്ലാത്തവർ കുറച്ച് സാധനങ്ങൾ മേടിക്കും. അപ്പോൾ ദി ഇൻകം ഈസ് ദ അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിച്ച് അഫക്റ്റ് ദ ഡിമാൻഡ്. നോർമലി അത് ഹയർ ദ ഇൻകം ആയിരിക്കുമ്പോൾ മോർ വിൽ ബി ദ ഡിമാൻഡ്. ഈ ലോവർ യുവർ ഇൻകം, ലോവർ വിൽ ബി ദ ഡിമാൻഡ്. മൂന്നാമതായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ദി ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. നിങ്ങൾക്ക് ഒരു സാധനം മേടിക്കാനുള്ള താല്പര്യം. ഓരോരുത്തർക്കും അവരുടെ താല്പര്യങ്ങൾ ഇത് ഭിന്നമായിരിക്കും. ചിലർക്ക് ചില പ്രത്യേക ഐറ്റംസിനോടായിരിക്കും താല്പര്യം. അപ്പോൾ അങ്ങനെ ഓരോ നിങ്ങളുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, ഒരു പ്രത്യേക വസ്തുവിനോടുള്ള നിങ്ങളുടെ ക്രേസ് എന്നൊക്കെ പറയുന്ന ടേസ്റ്റ്, നിങ്ങളുടെ താല്പര്യങ്ങൾ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് മറ്റൊരു പ്രധാനപ്പെട്ട ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഒരു സാധനം മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി ഉണ്ടാകണം. സോ ദ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് വിൽ ബി ദ അനദർ ഫാക്ടർ വിച്ച് അഫക്റ്റ് ദ ഡിമാൻഡ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. നമ്മൾ റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഗുഡ്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട്സും കോംപ്ലിമെൻ്ററി ഗുഡ്സുമായിട്ട് വരുന്ന ഗുഡുകളാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നിങ്ങളൊരു രണ്ട് രീതിയിലാണ് നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ടീ ആൻഡ് കോഫി. സാധാരണഗതിയിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ചായയും കാപ്പിയും പ്രത്യേകിച്ച് പ്രിഫറൻസ് ഉള്ളവരുടെ അല്ലാത്ത ഗതിയിൽ നമ്മൾ ചായപ്പൊടി മേടിക്കണോ കാപ്പിപ്പൊടി മേടിക്കണോ തീരുമാനിക്കുന്നത് രണ്ടിൻ്റെയും പ്രൈസ് നോക്കിയിട്ടാണ്. കാരണം രണ്ടും നമുക്ക് സെയിം യൂട്ടിലിറ്റി തരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. അപ്പോൾ ചായയുടെ ഡിമാൻഡിനെ കാപ്പിയുടെ പ്രൈസും നമ്മളെ സ്വാധീനിക്കും. ചായയുടെ പ്രൈസ് മാത്രമല്ല, കാപ്പിയുടെ പ്രൈസ് കൂടി ചായ നമ്മൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്വാധീനിക്കും. അപ്പോൾ കാപ്പിയുടെ പ്രൈസ് കൂടുതലാണെങ്കിൽ കുറേ ആൾക്കാർ കൂടി ചായ തന്നെയാണ് മേടിക്കുന്നത്. കാപ്പി തന്നെ പ്രിഫർ ചെയ്യുന്നവരെ നമ്മൾ ഒഴിവാക്കി നിർത്തുന്നു. അത് കൂടാതെ രണ്ടും ഏതായാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞവർ നോർമലി കാപ്പിക്ക് വില കൂടുതലായതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ചായയിലേക്ക് തിരിച്ചു പോകും. അതുപോലെ തന്നെ പിന്നെയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കാര്യത്തിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാർ മേടിക്കുമ്പോൾ പെട്രോൾ കാർ വേണോ ഡീസൽ കാർ വേണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് അതിൻ്റെ. അപ്പോൾ കാറും
പെട്രോളും ഡീസലും എന്നൊക്കെ പറഞ്ഞത് കോംപ്ലിമെന്ററി ഗുഡ്സ് ആണ്. കാറും പെട്രോളും അല്ലെങ്കിൽ കാറും ഡീസലും എന്നൊക്കെ പറഞ്ഞത് കോംപ്ലിമെന്ററി ഗുഡ്സ് ആണ്. കാരണം ഒന്ന് ഉപയോഗിക്കണമെങ്കിൽ മറ്റൊരു കൂടി വേണം. അപ്പൊ നമ്മൾ ഈ ഏത് വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത് പെട്രോളിന്റെയും ഡീസലിന്റെയും പ്രൈസുകൾ നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടാണ് തീരുമാനിക്കുന്നത്. ഒരുപാട് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ആണ് ഏത് കാറ് പെട്രോൾ വണ്ടി ചൂസ് ചെയ്യണോ ഡീസൽ വണ്ടി ചൂസ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ ഇത് കോംപ്ലിമെന്ററി ഗുഡ്സ് ആണ്. അപ്പൊ ഇങ്ങനെ കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ പ്രൈസ് കൂടി നമ്മളെ ഒരേ സമയം നമുക്ക് ഈ സാധനങ്ങളുടെ ഡിമാൻഡ് ചെയ്യുമ്പോൾ നമ്മളെ സ്വാധീനിക്കും. ഇതാണ് നാലാമതായിട്ട് വരുന്നത്. പിന്നെ ചെറിയ ചെറിയ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഫാഷൻ അങ്ങനെയുള്ള, അതായത് ഫാഷൻ ട്രെൻഡ് ഒരു സമയത്ത് ചില പ്രത്യേക ഡ്രസ്സുകളുടെ ഒക്കെ കാര്യത്തിൽ വരുവാണെങ്കിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഫാഷൻ. നമ്മൾ ട്രെൻഡ് എന്നൊക്കെ പറയും. ഏതെങ്കിലും ആ സമയത്ത് ഒരു ട്രെൻഡി ആയിട്ടുള്ള ഒക്കെ ഉണ്ടാവുന്നത് ഏറ്റവും കൂടുതൽ ഡ്രസ്സിനെയാണ് അത് കൂടുതലായിട്ട് എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ട്രെൻഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഫാഷൻ ആയിട്ട് വരുന്നത് മറ്റൊരു ഫാക്ടർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകമാണ്. പിന്നെ ക്ലൈമറ്റ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ വളരെ മൈന്യൂട്ടായ രീതിയിൽ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഡിമാൻഡിനെ പ്രധാനമായിട്ടും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇനി നമുക്ക് ഡിമാൻഡിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമായ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഇതിലേക്ക് പോകാം. ഡിമാൻഡ് നിയമം, ലോ ഓഫ് ഡിമാൻഡ്, LAW, ലോ, ഡിമാൻഡിന്റെ നിയമം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഡിമാൻഡിന്റെ നിയമം എന്ന് പറയുന്നത് അതിന്റെ പ്രൈസുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ഞാൻ ഫാക്ടേഴ്സ് അഫക്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഏറ്റവും പ്രധാനമായിട്ടും ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിയാണ്. ഈ പ്രൈസുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് ആസ് അതർ things remaining constant, when the price of a commodity increases, lower will be the demand. Similarly, when the price of a commodity decreases, higher will be the demand. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ അതിനകത്ത് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതർ തിങ്സ് റിമൈനിങ് കോൺസ്റ്റന്റ്. there is an inverse relationship between the quantity demanded and the price. രണ്ടും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്, ഇൻവേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഹയർ ദ പ്രൈസ് ലോവർ വിൽ ബി ദ ഡിമാൻഡ്, ലോവർ ദ പ്രൈസ് ഹയർ വിൽ ബി ദ ഡിമാൻഡ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണെന്നുള്ളതിനോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യം പറഞ്ഞ കാര്യം അതർ തിങ്സ് റിമൈനിങ് ദ സെയിം. ഏതൊക്കെയാണ് അതർ തിങ്സ്? ഞാൻ ഈ പറഞ്ഞ പ്രൈസ് അല്ലാതെ ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന മറ്റെല്ലാ ഘടകങ്ങളെയും നമ്മളവിടെ എന്താണ് കോൺസ്റ്റന്റ് ആണെന്ന് അസ്യൂം ചെയ്യുകയാണ്. ആ ഘടകങ്ങളിൽ യാതൊരു മാറ്റവും ഇല്ല, അത് ഇക്കോണമിയിൽ സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. ഈ പറഞ്ഞ ഘടകങ്ങൾ, അതായത് ഇൻകത്തിലോ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസിലോ പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സിലോ ഫാഷനിലോ അങ്ങനെയുള്ള സാധനങ്ങളിലൊന്നും ഒരു മാറ്റവും സംഭവിക്കാണ്ടിരിക്കുമ്പോൾ, ആ ഘടകങ്ങളെല്ലാം കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുമ്പോൾ പ്രൈസ് കൂടുകയാണെങ്കിൽ ഡിമാൻഡ് കുറയുകയും പ്രൈസ് കുറയുകയാണെങ്കിൽ ഡിമാൻഡ് കൂടുകയും ചെയ്യും. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ് നമ്മളോട് പറയുന്ന കാര്യം. സോ ലോ ഓഫ് ഡിമാൻഡ് സെയ്സ് ദാറ്റ് വെൻ അതർ തിങ്സ് റിമൈനിങ് ദ സെയിം, അതിന് നമ്മുടെ ലാറ്റിൻ ഭാഷയിൽ സെറ്റാരിസ് പാരിബസ് എന്നാണ് പറയുന്നത്. സെറ്റാരിസ് പാരിബസ് ലാറ്റിൻ വേർഡാണ്. So under ceteris paribus, when the price of a commodity increases, lesser will be the demand. When the price of a commodity decreases, higher will be the demand. ഇതിനെ ആണ് നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ലോ ഓഫ് ഡിമാൻഡിൽ നമ്മൾ ഇൻകവും പ്രൈസ് ഓഫ് അതർ ഗുഡ്സും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസും ഫാഷനും എല്ലാം നമ്മൾ അതർ തിങ്സ് ആണെന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റന്റ് ആണ്, അത് ഈ പറയുന്ന ഘടകങ്ങളിലൊന്നും ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായ രീതിയിൽ അതിനെ കോൺസ്റ്റന്റ് ആക്കി അസ്യൂം ചെയ്ത് നമ്മൾ വെക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്. ഇനി നമുക്ക് ഈ ലോ ഓഫ് ഡിമാൻഡിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡിമാൻഡ് കർവ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. നമ്മൾ ഈ പറഞ്ഞ ഘടകത്തിൽ നിന്ന് തന്നെ നമുക്ക് ഡിമാൻഡ് കർവ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഈ പറഞ്ഞ നിയമത്തിൽ നിന്നാണ് നമ്മൾ ഡിമാൻഡ് കർവ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് ആണ്. അതുകൊണ്ട് ഡിമാൻഡ് കർവ് എന്താണ്, ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവായിരിക്കും. പ്രൈസും ഡിമാൻഡും നമ്മളുടെ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഒരു ഡിമാൻഡ് കർവാണ്. ഡി എന്ന് പറയുന്നത് ഒരു ഡിമാൻഡ് കർവാണ്. ഇതിൽ നമ്മൾ എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡും വൈ ആക്സിസിൽ പ്രൈസുമാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ആദ്യം വെൻ അറ്റ് എ പോയിന്റ് E2, നിങ്ങൾ E2 നോക്കുക, ക്വാണ്ടിറ്റി ഡിമാൻഡ് വിൽ ബി Q ആൻഡ് പ്രൈസ് വിൽ ബി P. ഏതെങ്കിലും സാധനത്തിൻ്റെ നമ്മൾ പ്രൈസ് OP ആയിരുന്നപ്പോൾ, അല്ലെങ്കിൽ പ്രൈസ് OP ആയിരുന്നപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് വിൽ ബി OQ. ഇത്രയാണ് ഡിമാൻഡ് ചെയ്തത്. ഇനി
അതിൻ്റെ പ്രൈസ് പെട്ടെന്ന് ഒ പിയിൽ നിന്ന് OP1 ആയിട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ പ്രൈസ് ഈസ് റൈസസ് ഫ്രം OP to OP1. അപ്പോൾ നമ്മുടെ പുതിയ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് E1 എന്ന് പറയുന്ന പോയിന്റിലേക്ക് പോയി. ദെൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് വിൽ ബി ഡിക്രീസസ് ഫ്രം Q to Q1. OQയിൽ നിന്ന് OQ1 ആയിട്ട് കുറഞ്ഞു. എപ്പോൾ പ്രൈസ് OPയിൽ നിന്ന് OP1 ആയിട്ട് കൂടിയപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് വിൽ ബി റെഡ്യൂസ്ഡ് ഫ്രം OQ to OQ1. അതായത് P1ന്റെ increase in price will lead to a reduction in demand by the amount Q1. ഇതാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ അപ്പോൾ നമുക്ക് ഇതിനെ നമ്മൾ ചേർത്താണ് നമ്മൾ ഡിമാൻഡ് കർവ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എത്ര പോയിന്റ് വേണമെങ്കിലും ഒരു ഡിമാൻഡ് കർവിൽ നിങ്ങൾക്ക് എടുക്കാം. സിംപ്ലിസിറ്റി ആയിട്ട് ഞാനിവിടെ 2 പോയിന്റ് മാത്രമാണ് ഇവിടെ മെഷർ ചെയ്തിട്ടുള്ളൂ. യു ക്യാൻ ടേക്ക് ആസ് മെനി പോയിന്റ്സ് യു ക്യാൻ ടേക്ക്. എത്ര ഡിമാൻഡ് പ്രൈസ് റിലേഷൻഷിപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾ കണ്ടത്? പ്രൈസ് കൂടിയപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു. പ്രൈസ് ആദ്യത്തെ പ്രൈസ് OPയിൽ നിന്ന് OP1 ആയിട്ട് കൂടിയപ്പോൾ ഡിമാൻഡ് OQവിൽ നിന്ന് OQ1 ആയിട്ട് കുറഞ്ഞു. അതുപോലെ നിങ്ങൾക്ക് എത്ര പോയിന്റ്, അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 2 പോയിന്റുകളേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര പോയിന്റ് വേണമെങ്കിലും മെഷർ ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡിമാൻഡ് കർവ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഡിമാൻഡ് കർവ് വിൽ ബി എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ബിക്കോസ് ഇറ്റ് ഷോസ് ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഇതിനെയാണ് നമ്മൾ ഡിമാൻഡ് ഇതായിട്ട് പറയുന്നത്. ഇനി അതിനകത്തൊരു കാര്യം കൂടി നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ ഡിമാൻഡിനെ നമ്മൾ 2 രീതിയിലാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്നും മാർക്കറ്റ് ഡിമാൻഡ് എന്നും. ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ പേരിൽ നിന്ന് നിങ്ങൾക്കറിയാം, ഒരു വ്യക്തിയുടെ ഡിമാൻഡ് ആണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്. ഡിമാൻഡ് കർവ് ഏതായാലും അത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവായിരിക്കും. അപ്പോൾ നമ്മൾ 2 രീതിയിലാണ് അതിനെ കണക്കാക്കുന്നത്. ഒന്ന് ഇൻഡിവിജ്വൽ ഡിമാൻഡ്, ഒരു വ്യക്തിയുടെ ഡിമാൻഡാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്. ആ വ്യക്തി ഇതുപോലെ തന്നെ പ്രൈസ് കൂടിയിരിക്കുമ്പോൾ ഡിമാൻഡ് കുറഞ്ഞ് മേടിക്കും. അങ്ങനെ ഒരു വ്യക്തിയുടെ ഡിമാൻഡ് കർവാണ് ഇത്. നമ്മൾ വരച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഡിമാൻഡ് കർവാണ്. അപ്പം അങ്ങനെ ഒരു വ്യക്തിയുടെ ഡിമാൻഡാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ്, അല്ലെങ്കിൽ അതിൻ്റെ കർവിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ വൺ ഇൻഡിവിജ്വൽ ഇൻ ദ മാർക്കറ്റ് ഇൻ റിലേഷൻ ടു ദി പ്രൈസ്. പ്രൈസുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു വ്യക്തിയുടെ മാർക്കറ്റ് ഡിമാൻഡിനെയാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞത് മാർക്കറ്റ് ഡിമാൻഡാണ്. സോ ഇറ്റ് ഈസ് ദി സമ്മേഷൻ ഓഫ് ഓൾ individuals in the market during a given period. ഒരു നിശ്ചിത സമയപരിധിയിലെ ഒരു മാർക്കറ്റിലുള്ള എല്ലാ വ്യക്തികളുടെയും കൂടി ഒരുമിച്ചുള്ള ഡിമാൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ഡിമാൻഡ്. സോ ഇറ്റ് ഈസ് ദി സമ്മേഷൻ ഓഫ് ദ ഡിമാൻഡ്സ് ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ് ഇൻ ദ മാർക്കറ്റ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ ടൈം പീരിയഡ്. സമയമായിട്ട് ബന്ധപ്പെട്ട ഒരു നിശ്ചിത സമയ പീരിയഡ്, ഒരു പക്ഷേ ഈ ദിവസം ഒരു പർട്ടിക്കുലർ ദിവസത്തിന് ഒരു മാസം ഇന്ന ഒരു 5-ാം തീയതി മാർക്കറ്റിലെ ആ മാർക്കറ്റിൽ വരുന്ന എല്ലാ ഇൻഡിവിജ്വൽസും കൂടി ഡിമാൻഡ് ചെയ്ത് ഇത്ര എമൗണ്ട് കമ്മോഡിറ്റിയാണ്. ഒരു കമ്മോഡിറ്റി എടുത്തിട്ട് നമ്മൾ പറഞ്ഞപ്പോൾ തക്കാളി, ആ മാർക്കറ്റിലെ തക്കാളി എല്ലാ ഇൻഡിവിജ്വൽസും കൂടി അന്ന് മേടിച്ചത്, ആ മാർക്കറ്റിൽ വന്ന എല്ലാ ഇൻഡിവിജ്വൽസും കൂടി മേടിച്ച ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡ് ഫോർ ടൊമാറ്റോസ് ആണ്. അതാണ് അത്. ഓരോ ദിവസം എടുത്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഒരു ദിവസത്തിലെ എടുത്തിട്ട് ഒരു ദിവസം എടുക്കാം, ഒരാഴ്ച എടുക്കാം, നമുക്ക് എത്ര ടൈം പീരീഡ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഒരു ടൈം പീരീഡുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എപ്പോഴും മാർക്കറ്റ് ഡിമാൻഡ് പറയുന്നത്. സോ മാർക്കറ്റ് ഡിമാൻഡ് ഈസ് ദി സമ്മേഷൻ ഓഫ് ദ ഡിമാൻഡ്സ് ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ് ഇൻ ദ മാർക്കറ്റ് ഡ്യൂറിങ് എ ഗിവൻ ടൈം പീരിയഡ്. നിശ്ചിത സമയപരിധിയിൽ ഒരു മാർക്കറ്റിൽ ഡിമാൻഡ് ചെയ്യുന്ന എല്ലാ കൺസ്യൂമേഴ്സിൻ്റെയും ടോട്ടൽ ഡിമാൻഡിനെയാണ് നമ്മൾ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ആയാലും മാർക്കറ്റ് ഡിമാൻഡ് ആയാലും എന്തായിരിക്കും? പ്രൈസുമായിട്ട് അതിന് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഏതായാലും അപ്പോൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് ആയാലും മാർക്കറ്റ് ഡിമാൻഡ് ബോത്ത് വിൽ ബി ദ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് because it shows inverse relationship between price and quantity demand. Okay, let me conclude. Thank you.